ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ പ്രൊജക്റ്റിലാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കിടയിൽ നമ്മൾ മലയാളികൾക്കിടയിൽ വീടെന്ന സങ്കല്പത്തിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ അത്തരത്തിൽ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീടിൻ്റെ പ്ലോട്ട് എങ്ങനെയാണ്, അതിൻ്റെ ഘടന അനുസരിച്ചാണ് വീടിൻ്റെ സ്ട്രക്ചർ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി വീടാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു വീട് നിങ്ങൾ കണ്ടൊക്കെ ഒരു ഡിസൈനേഴ്സിനെ സംബന്ധിച്ച് എത്രമാത്രം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഈ വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നൽകിയിരിക്കുന്ന എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, അതുപോലെ ലൈറ്റിംഗ് പാറ്റേണുകൾ, ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചണും കൂടി, നല്ലൊരു കളർ കോമ്പിനേഷനോട് കൂടി ഒരു കിച്ചണും കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. വീട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇവിടെ ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് കാണാം കേട്ടോ. വീടിൻ്റെ ഒരു ഭംഗി, ഒരു പ്രത്യേക ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് കേട്ടോ. എലിവേഷനിൽ അവിടെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാട്രൈറ്റ് ഗ്ലാഡിംഗ് സ്റ്റോൺ വർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. 20 സെൻറ്റിൻ്റെ സ്ക്വയർ പ്ലോട്ടിൽ 3900 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ജബ്ബാർ ആബിദ ദമ്പതികളുടെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. പിന്നെ നമ്മളെ വീട്ടിൽ ഒരുപാട് അകത്തും പുറത്തൊക്കെ ആയിട്ട് നമുക്ക് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവരണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും വീട് കണ്ടോക്കിട്ടാ. ചുറ്റിലും ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ അകത്തളത്തിലാണെങ്കിലും നല്ല നാച്ചുറൽ പ്ലാന്റ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കട്ടാ. ഇവിടെ നിങ്ങൾ കണ്ടോ, പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലുള്ള മനോഹരമായിട്ടുള്ളൊരു ഗാർഡനൊക്കെ ഇതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മരങ്ങളൊന്നും മുറിച്ച് മാറ്റാത്ത രീതിയിൽ എങ്ങനെയാണിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ നിങ്ങൾ. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഗ്രാസ് കൊടുത്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയേ, നല്ല മനോഹരമായിട്ട് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ആയിട്ട് നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് ഗാർഡന് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കാർ പോർച്ച്. നല്ല അത്യാവശ്യം 2 വലിയ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ച് ആണെങ്കിലും നല്ല ഭംഗിയാക്കിയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് ആണെങ്കിലും അങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3 സ്റ്റെപ്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റെപ്പിനടിയിൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിവ് സമയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ടീ ടൈമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. 3 ചെയറും ടേബിളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനുണ്ട്. സിറ്റ് ഔട്ടിൽ ആ ഒരു സൈഡിൽ ലാട്രൈറ്റ് ഗ്ലാഡിംഗ് സ്റ്റോൺ വർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്
മെയിൻ ഡോറ് തുറന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് തന്നെ ഒരു ഫോറസ്റ്റ് സ്പേസിലോട്ടാണ്. നമ്മൾ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള അകത്തളങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ വീട്ടിലേക്ക് കയറി വന്ന ആ ഒരു റൈറ്റ് സൈഡിലെ വാളിൽ നമ്മൾ ഷോവാളിന് കൊടുത്ത് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റിലെ ലിവിങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. വുഡൻ ഗ്ലാസ്സിൽ ഡോറ് നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലക്ഷറി ഫീലാണ് നമുക്കിവിടെ കയറി കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ. 450 360 വരുന്നൊരു ലിവിങ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റിയും അതുപോലെ ടീ ടേബിളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീലിംഗ് ആണെങ്കിൽ ഫുള്ള് ടീക്ക് വുഡിൽ കവർ ചെയ്തിട്ട് നല്ല ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. കോബ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടുത്തെ ഈ ഒരു വാളിൽ ഈ ഒരു വർക്ക് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെങ്കിലും നമുക്കൊരു ലക്ഷറി ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ആയിട്ട് കണ്ടോ ഫുള്ളായിട്ട് വിൻഡോസ് കൊടുത്ത് കർട്ടൻസ് ഇട്ട് കൊടുത്തേക്കുവാണ്. അതുപോലെ ഈ ഒരു ഡോറ് ലിവിങ്ങിൽ നിന്ന് വരുന്നത് പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ. ആ ഒരു ഭാഗമൊക്കെ നല്ല ഭംഗിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളിതാ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു നാച്ചുറൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് കേട്ടോ, ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് സൂര്യപ്രകാശം വെളിച്ചമൊക്കെ കിട്ടത്തക്ക രീതിയിലാണത് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്ലോർ ഇവിടെ നൽകിയിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ് കേട്ടോ. ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് നമുക്ക് ആ ഒരു കോർട്ട്യാർഡ് ഒന്ന് കണ്ടു നോക്കാം. കോർട്ട്യാർഡിൽ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. പബിൾസൊക്കെ കൊടുത്തിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ചുറ്റിലും വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലും വരുന്നുണ്ട് കേട്ടോ. ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. 8 സീറ്റഡ് ആയിട്ടുള്ള ഡൈനിങ് ചെയർസും ടേബിളും ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിലാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. $360 480 ഈ ഒരു ഡൈനിങ്ങിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ചെയർസും ടേബിളും ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഡൈനിങ്ങിൻ്റെ ഈ ഒരു സൈഡിൽ കോർണറിലായിട്ടാണ് വാഷിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ബാക്ക് ബോർഡും അതുപോലെ നല്ലൊരു മിററും ക്യൂട്ടായിട്ടുള്ള ബേസിനൊക്കെ കൊടുത്ത് നല്ല ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ കൊടുത്ത് ആ ഒരു ഭാഗം ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഷിങ്ങിനടുത്തുള്ള ഈ ഒരു വിൻഡോ വുഡ് പാനലിങ് ചെയ്ത് ഗ്ലാസ് ആണ് കേട്ടോ നൽകിയിരിക്കുന്നത്. അവിടെ പുറത്തേക്കുള്ള ഒരു കാഴ്ച നമ്മൾ കാണേണ്ടത് തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ വാളിൽ ഒരു നല്ലൊരു കാലിഗ്രഫി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാമിലി ലിവിങ്ങിനെയും ഡൈനിങ്ങിനെ തിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയർ ആണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലിവിങ്ങോടെ 420 417 സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളറിലുള്ള സെറ്റിയും ടീ ടേബിളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡോർ എന്ന് പറയുന്നത് പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. താഴേക്ക് കണ്ടോ ഫുള്ളായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നാച്ചുറൽ സ്റ്റോൺ ആണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ചുറ്റിലും കണ്ടോ ജാളി വർക്ക് നൽകിയിട്ടുണ്ട്.
കിണർ വന്നിരിക്കുന്നത്. കിണറൊക്കെ നോക്കിയാൽ നിങ്ങൾ അത്രയും ഭംഗിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഈ ഒരു ഭാഗത്തേക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഇവിടുന്ന് നമ്മളിതാ പുറത്തുനിന്ന് ഉള്ളോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഒരു വുഡൻ വൈറ്റ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. 420-360 ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്ലോറൊക്കെ ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ്. സീലിംഗ് ജിപ്സണും അതുപോലെ സിമ്പിളായിട്ടുള്ള ലൈറ്റിങ്ങും ആണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിലെ വാർഡ്രോബും അതുപോലെ ഡ്രസ്സിങ് ഏരിയയൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് കേട്ടോ. അതിനുള്ളിൽ തന്നെയാണ് ടോയ്ലറ്റ് വരുന്നത്. അതുപോലെ നമുക്കിനി നെക്സ്റ്റ് ബെഡ്റൂം കാണുന്നതിന് മുമ്പ് ഇതാ ഇവിടെ ഈ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ. അവിടേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു അബ്ലൂഷൻ ഏരിയ ആണ് വരുന്നത്. ഉള്ളെടുക്കാനുള്ളൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ. 180-120 വരുന്നൊരു ടോയ്ലറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വാൾ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ 2 കോട്ടൊക്കെ നൽകിയിട്ടുണ്ട്. 420-370 ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് കേട്ടോ. ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. അതിനടുത്ത് തന്നെ ടോയ്ലറ്റും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. $240-160 തന്നെയാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണട്ടോ. ഇവിടെയായിട്ട് നല്ലൊരു നാച്ചുറൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറുന്ന ആ ഒരു ഭാഗത്ത് സ്റ്റെയർ ഇവിടെ ഹാൻഡ് റെയിൽ വുഡൻ ഗ്ലാസ്സിലാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. ടീക്കൂട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഒന്ന് കയറി നോക്കാം. ഇവിടെ ലാൻഡിങ്ങിലൊരു നാച്ചുറൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ താഴേക്ക് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു പ്രത്യേക ഭംഗി ഈ ഒരു വീട് നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ ഭാഗത്തന്നെ ആയിട്ടാണ് സ്റ്റഡി ഏരിയ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴ്ന്ന് നോക്കുമ്പോൾ കുട്ടികൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. സ്റ്റെയറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആ ഒരു താഴേക്ക് നോക്കുമ്പോൾ വ്യൂ ആണിത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് 3 ബെഡ്റൂമാണ് കേട്ടോ. നമ്മൾ കണ്ട ആ ഒരു കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ ആണിത്. ഇവിടെ നമ്മൾ 3 ബെഡ്റൂമാണ് കേട്ടോ കാണാനുള്ളത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ കാണാനുണ്ട്. അതിനു മുമ്പ് ഡൈനിങ് ഏരിയയിലേക്കുള്ള ഒരു വ്യൂ ആണിത്. ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ഒരു നാച്ചുറൽ പ്ലാന്റ്സ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തേക്കുള്ള വ്യൂ ആണിത്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം കേട്ടോ. നാനൂറ്റി 370 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് വാൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കർട്ടൻസ് ഒക്കെ റോമൻ ബ്ലൈൻഡ് കർട്ടൻസ് തന്നെയാണ്. ബെഡ്റൂമൊക്കെ സെയിം അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഇവിടെ 2 ബെഡ്റൂമുകളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ബെഡ്റൂം നിങ്ങൾ കണ്ടു നോക്കിയേ. ഇവിടെ ആണെങ്കിലും സെയിം അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ്. പിന്നെ സീലിംഗ് ആണെങ്കിലും നല്ല രീതിക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. കർട്ടൻസിനാണെങ്കിലും വിൻഡോസിൻ്റെ കർട്ടനൊക്കെ ആണെങ്കിലും നൽകിയിരിക്കുന്ന ആ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ടോയ്ലറ്റ് ആണെങ്കിൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ടുള്ളത് 1600 സ്ക്വയർ ഫീറ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ 2200 സ്ക്വയർ ഫീറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ. 327 360 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി വരുന്നത്. അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ഏരിയ ആയിട്ടുള്ള കിച്ചണാണ് കാണാനുള്ളത് കേട്ടോ. ഇതാണ് കേട്ടോ കിച്ചൺ വന്നിരിക്കുന്നത്. ഒരു ഗ്രീൻ ആൻഡ് വുഡ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കിച്ചണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ്. അപ്പോൾ കിച്ചണിലേക്ക് കടക്കുന്ന ആ ഒരു എൻട്രി തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അവിടെ 4 ചെയറോട് കൂടിയിട്ടുള്ളൊരു ടേബിൾ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഓവനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ടോൾ യൂണിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചണിൻ്റെ മുഴുവൻ ഒരു ലുക്ക് എന്ന് പറയുന്നത്. കിച്ചണിൽ തന്നെയാണ് വിറകടുപ്പ് വന്നിട്ടുള്ളത് കേട്ടോ. വിറകടുപ്പും ഗ്യാസൊക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വിറകടുപ്പും ഗ്യാസൊക്കെ ഇതാ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴേക്ക് നോക്കിയാൽ നല്ല നീറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കിച്ചണ് കാണാൻ വേണ്ടിയിട്ട്. വിറകടുപ്പിൻ്റെ സ്റ്റവിൻ്റെ ഭാഗത്ത് തന്നെ ഒരു ഓപ്പൺ കബോർഡ് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണ് ഓപ്പൺ കബോർഡ് കൊടുക്കുന്നത് കേട്ടോ. ചിമ്മിണി കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടിനും കൂടെ ഒരു ചിമ്മിണിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു ഭാഗത്ത് കോർണറിൽ ഡിഷ് വാഷർ വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു സിമ്പിൾ സിങ്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ നല്ല ഭംഗിയാക്കിയിട്ട് തന്നെ ചെയ്തിരിക്കണം. കബോർഡിൻ്റെ താഴെ ഭാഗത്തായിട്ട് കണ്ടോ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്.
സീലിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ സിമ്പിളാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടിപൊളി ഒരു വീടിൻ്റെ ഹോം ടൂറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.